വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 2024 ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപേക്ഷിക്കുവാൻ സാധിക്കും, എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ, ഏതൊക്കെ കോഴ്സസിനാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് ഈ വർഷം അപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജുകളിൽ +1 +2 അതോടൊപ്പം തന്നെ UG PG കോഴ്സുകളിലെല്ലാം അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് എന്നത്. ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജുകളിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ്. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് വഴിയായിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായിട്ട്. സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. SC ST OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളുടെ വാർഷിക വരുമാനത്തിന് പരിധി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വാർഷിക വരുമാന പരിധി ബാധകമല്ല. ഈ അധ്യയന വർഷം മെറിറ്റിൽ അഡ്മിഷൻ നേടിയിരിക്കുന്ന, അലോട്ട്മെന്റ് വഴിയായി അഡ്മിഷൻ നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ 2024 ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, എക്സാം ഫീസ് തുടങ്ങിയവയായിരിക്കും ലഭിക്കുന്നത്. SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഗ്രാൻഡ് കൂടി ലഭ്യമാകുന്നതാണ്. ഓരോ കോഴ്സ് അനുസരിച്ചും സ്കോളർഷിപ്പ് കിട്ടുന്ന തുക വ്യത്യസ്തമായിട്ടായിരിക്കും കിട്ടുന്നത്. എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയം ഇപ്പം ഇതായിരിക്കും, ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യുവാനായിട്ട് എത്രാം തീയതി വരെയാണ് സമയമുള്ളത്, എപ്പോൾ വരെയാണ് കാലാവധി എന്നുള്ളത്. ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാനായിട്ട് ലാസ്റ്റ് ഡേറ്റോ സമയപരിധിയോ ഒന്നും അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ മെറിറ്റിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും പോർട്ടൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് സമയപരിധിയൊന്നും പറയുന്നില്ല. നിങ്ങൾ ഏത് കോഴ്സിനാണോ പഠിക്കുന്നത് ആ കോഴ്സിൻ്റെ ആദ്യ വർഷം തന്നെ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ആദ്യ വർഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒന്നും വീണ്ടും നിങ്ങൾ പുതുക്കി കൊടുക്കേണ്ടതായിട്ട് വരില്ല. അത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ, സ്ഥാപനത്തിൽ നിന്ന് തന്നെ പുതുക്കി കൊടുത്തുകൊള്ളും. ഇനി ഫസ്റ്റ് ഇയറിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ആപ്ലിക്കേഷൻ ഇ ഗ്രാൻഡിന് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ ഹയർ സെക്കൻഡറി, VHSC, UG PG കോഴ്സസ്, ITI, TTC, പോളിടെക്നിക്, പ്രൊഫഷണൽ കോഴ്സസ് തുടങ്ങിയ കോഴ്സുകൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു വെബ്സൈറ്റ് വഴിയായിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. www.egrants.kerala.gov.in എന്ന ഈ കൊടുത്ത വെബ്സൈറ്റ് വഴിയായിട്ടാണ് ഇ ഗ്രാൻഡ്സിനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കുക. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പല കോഴ്സസിലേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി അല്ലെങ്കിൽ സെക്കൻഡിലൊക്കെ കിട്ടി, നിങ്ങൾ മാറാനായിട്ടിരിക്കുകയാണ് കോളേജ് എങ്കിൽ, ഏത് കോളേജിലാണ് നിങ്ങൾ ഫൈനലായിട്ട് ചേരുന്നത് ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കൺഫേം ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യുക. ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. SC ST കാറ്റഗറിയിലുള്ളവർക്ക്, OBC കാറ്റഗറിയിലുള്ളവർക്ക്, OEC വിഭാഗത്തിലുള്ളവർക്ക്, OBH കാറ്റഗറിയിലുള്ളവർക്ക്, അതോടൊപ്പം ജനറൽ വിഭാഗത്തിലുള്ളവർക്കും മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും. പക്ഷേ അതിന് വരുമാന പരിധി പറയുന്നുണ്ട്. SC ST കാറ്റഗറിക്കും OEC കാറ്റഗറിക്കും ആണെങ്കിൽ വരുമാന പരിധി പറയുന്നില്ല. ബാക്കിയുള്ള ആളുകൾക്ക് വരുമാന പരിധി പറയുന്നുണ്ട്. ജനറൽ വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം. അതോടൊപ്പം തന്നെ OBC വിഭാഗത്തിനും 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം. OBH വിഭാഗത്തിനാണ് എങ്കിൽ, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിനാണ് എങ്കിൽ 6 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എടുത്തു പറഞ്ഞു, അലോട്ട്മെന്റ് മെമ്മോ കിട്ടി മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഓൺലൈനായിട്ട് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് കോഴ്സിൽ മാനേജ്മെന്റ് ആയിട്ടുള്ള സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കണമെന്നില്ല. ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ മെറിറ്റിൽ അലോട്ട്മെന്റ് വഴിയായിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർക്കാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുള്ള നിശ്ചിതമായിട്ടുള്ള വരുമാനവും എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ
സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള കോളേജസിൽ അഡ്മിഷൻ എടുത്ത് മെറിറ്റിൽ ഇതുപോലെ അലോട്ട്മെന്റ് വഴിയായിട്ട് അഡ്മിഷൻ എടുത്തവർക്കും ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കില്ല. ഏതൊക്കെ കാറ്റഗറിക്കാണെന്ന് പറയുന്നുണ്ട്. SC/ST വിഭാഗത്തിനും OEC വിഭാഗത്തിനും OBS വിഭാഗത്തിനും. OBS എന്നാൽ ബാക്ക്വേർഡ് ഹിന്ദു ആണ്, OBC അല്ല. OBS വിഭാഗത്തിനുമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ മെറിറ്റിൽ അലോട്ട്മെന്റ് വഴിയായിട്ട് കിട്ടിയതെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും. അതല്ലാത്ത ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനൊന്നും നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കില്ല. എയ്ഡഡും ഗവൺമെന്റും ആണെങ്കിൽ സാധിക്കും. 2024 ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ രേഖകൾ, ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് ഇനി നോക്കുന്നത്. ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഫോട്ടോയാണ്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥി ആരാണോ ആ വിദ്യാർത്ഥിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടതാണ്. 2 ആധാർ നമ്പർ വേണം. ആധാർ കാർഡിലെ ആധാർ നമ്പർ വേണ്ടതാണ്. 3 SSLC സർട്ടിഫിക്കറ്റ് വേണം. SSLC സർട്ടിഫിക്കറ്റ്, ഇനി നിങ്ങൾ 12th കഴിഞ്ഞ ആളാണെങ്കിൽ 12th സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ വേണ്ടി കൊടുക്കുന്നവരാണെങ്കിൽ 12th സർട്ടിഫിക്കറ്റ് വേണം. ഇനി ഡിഗ്രി കഴിഞ്ഞ് PG കോഴ്സിൽ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇ ഗ്രാൻഡിന് വേണ്ടി അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായിട്ട് നിർബന്ധമായിട്ടും ലിങ്ക് ചെയ്തിട്ടുള്ളത് ആയിരിക്കണം. അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അലോട്ട്മെന്റ് മെമ്മോ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ അഡ്മിറ്റ് മെമ്മോ. അലോട്ട്മെന്റ് മെമ്മോ അല്ലെങ്കിൽ അഡ്മിറ്റ് മെമ്മോ എന്ന് പറയുന്നത് നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ, അലോട്ട്മെന്റ് വഴിയായിട്ട് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെമ്മോ ആണ്. അതായത് നമുക്ക് ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറയുന്ന ആ ഒരു മെമ്മോ ആണ്. അത് നിങ്ങൾ കോളേജിൽ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ അത് അലോട്ട്മെന്റ് മെമ്മോയുടെ കോപ്പി 1-2 എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഡ്മിറ്റ് മെമ്മോയുടെ ആ ഒരു കോപ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ കിട്ടുമ്പോൾ അതിൻ്റെ 1-2 കോപ്പി എടുത്ത് വെക്കുക. എന്നിട്ട് അത് ഒരെണ്ണമാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു രേഖ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, പൈസ വരാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഇൻകം ഈ പറയുന്ന പരിധിക്കുള്ളിലാണ്, ആ യോഗ്യതയിൽ വരുന്നതാണ് നിങ്ങളുടെ വരുമാനം എന്ന് തെളിയിക്കാനായിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഓരോ നിശ്ചിതമായിട്ടുള്ള കാസ്റ്റിലുള്ളവർക്ക് ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. SC/ST OEC അങ്ങനെ ഓരോ വിഭാഗത്തിൽ വരുന്നവർക്ക് അതിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും. പിന്നീട് വേണ്ടത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കേരളത്തിലുള്ളവർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത്, ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിലുള്ളവരാണെന്ന് തെളിയിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും വേണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ SSLC തന്നെ നേറ്റിവിറ്റിയുടെ പ്രൂഫാണ്, അതല്ലെങ്കിൽ നേറ്റിവിറ്റിക്ക് വേണ്ടി പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാം. ഇതുമല്ല എങ്കിൽ നിങ്ങളുടെ നേറ്റിവിറ്റി കേരളത്തിലുള്ളവരാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വില്ലേജിൽ നിന്നും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്ലൈ ചെയ്താൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. ഇനി SC/ST കാറ്റഗറിയിൽ വരുന്നവർക്ക് ഹോസ്റ്റലിന് ഗ്രാൻറ്റും കൂടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെന്ന് തെളിയിക്കുന്ന ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഹോസ്റ്റലിൽ വാർഡൻ തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ അവിടെ ആ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന വ്യക്തിയാണെന്ന് കാണിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതും കൂടി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോസ്റ്റലിലെ ഗ്രാൻഡ് തുകയും കൂടി ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് SC/ST കാറ്റഗറിയിലുള്ളവർ ഹോസ്റ്റൽ ഗ്രാൻഡ് ആ ഒരു ഇൻമേറ്റ് സർട്ടിഫിക്കറ്റും കൂടി വെക്കേണ്ടതാണ്, അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതാണ്. പിന്നെ PG കോഴ്സിന് വേണ്ടിയിട്ടാണ് ഇ ഗ്രാൻഡിന് അപേക്ഷിക്കുന്നതെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കൂടി വെക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇ ഗ്രാൻഡിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് വഴിയായിട്ട് നിങ്ങൾക്ക് ഇ ഗ്രാൻഡിനെ അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻറ്റും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രേഖകളൊക്കെ ഇല്ലേ, ആ രേഖകളുടെ കോപ്പിയും കൂടി ചേർത്ത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അല്ലെങ്കിൽ ഏത് സ്കൂളിലാണോ കോളേജിലാണോ പഠിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് സമർപ്പിക്കേണ്ടതാണ്. പിന്നീട് അവരാണ് അത് അടുത്ത വർഷങ്ങളിൽ അത് പുതുക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങളത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ പറയുന്ന രേഖകളുടെ കോപ്പിയും കൂടി വെച്ചിട്ട് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ അത് ആ സ്ഥാപനത്തിൽ അത് കറക്റ്റായിട്ട് എത്തിക്കേണ്ടതാണ്. സ്കോളർഷിപ്പ് തുക കൃത്യമായി ലഭിക്കുന്നതിനായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം ലഭിക്കും. ഇന്ന ദിവസം ഇ ഗ്രാൻഡിന് അപ്ലൈ ചെയ്തവർ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ആ രേഖകൾ എത്തിക്കണമെന്ന്. ആ പറയുന്ന ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് എത്തിക്കുക, അവസാന ദിവസത്തിനുള്ളിൽ തന്നെ. കാരണം അങ്ങനെ എത്തിച്ചതിന് ശേഷമാണ് അത് കോളേജുകാർക്ക് പിന്നീട് അത് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു സമയമാണ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ അത് എത്തിച്ചില്ല എങ്കിൽ പിന്നെ ബാക്കി നടപടികളൊന്നും നടക്കുന്നതല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ കഴിഞ്ഞ അക്കാദമിക് ഇയർ
കഴിഞ്ഞ വർഷം മുതൽ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനോടൊപ്പം തന്നെ മറ്റൊരു സ്കോളർഷിപ്പിനും കൂടി നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. മറ്റ് സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ലഭിച്ചതിന് ശേഷം സ്കോളർഷിപ്പ് തുകയിൽ ഏതാണോ ഏറ്റവും വലുത് അത് നിങ്ങൾക്ക് സ്വീകരിച്ചിട്ട് ബാക്കി വരുന്നത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനോടൊപ്പം തന്നെ മറ്റ് സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് ചെയ്ത്. SBIയുടെ സ്കോളർഷിപ്പ് ചെയ്തപ്പോഴും HDFCയുടെ ഒക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തുക ഏതാണോ അത് സ്വീകരിച്ചിട്ട് മറ്റേത് ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് പുതിയ റൂൾ അനുസരിച്ച് ചെയ്യേണ്ടത്. കഴിഞ്ഞ അക്കാദമിക് ഇയർ തൊട്ടാണ് ഇത് വന്നത്. അതിനു മുമ്പ് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് ഇ ഗ്രാൻഡ് ലഭിക്കുമോ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടാകും. അത് തിരുത്താനായിട്ട് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് കോഴ്സസ് എന്ന് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ. അപ്പോൾ ഇ ഗ്രാൻഡ് കോഴ്സസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലിസ്റ്റ് ഓഫ് കോഴ്സസ് egrandkerala.gov.in എന്ന ഈ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ വിവിധ കോഴ്സസ് കാണാൻ സാധിക്കും. പല സ്കൂളുകളും കോളേജുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പല കോഴ്സസ്, വിവിധ തരത്തിലുള്ള കോഴ്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് എടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ LLB സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾ +1 സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കോഴ്സ് കൊടുക്കുന്ന പല കോളേജുകളും സ്കൂളുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ സ്കൂളും കോളേജൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് കിട്ടുന്നതാണോ നിങ്ങളുടെ കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജ് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതുപോലെ ഓരോ കോളേജിൻ്റെയും ഓരോ കോഴ്സിൻ്റെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണോ നിങ്ങളുടെ കോഴ്സ് അങ്ങനെയുള്ളതാണോ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങളുടെ കോളേജും സ്കൂളുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. ഏത് സ്കൂളാണോ കോളേജാണോ ആ പഠിക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ തിരുത്തുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആ ഓരോ കോളേജിലും ഓരോ സ്കൂളിലും സ്കോളർഷിപ്പ് ഓഫീസേഴ്സ് കാണും, സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം സംശയങ്ങളെല്ലാം തിരുത്തി തരുന്നതായിരിക്കും. ഇ ഗ്രാൻഡിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഫോണിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലൂടെ സ്കാൻ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അക്ഷയ പോയിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അക്ഷയ പോയി ചെയ്യുകയായിരിക്കും കുറച്ചും കൂടി, അല്ലെങ്കിൽ ഒരു കഫേ പോയി ചെയ്യുകയായിരിക്കും നല്ലത്. അതാവുമ്പോൾ അക്ഷയയിലൊക്കെ ആകുമ്പോൾ എപ്പോഴും അവർ ഇ ഗ്രാൻഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സംശയം ഉണ്ടായാലും അത് ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇപ്പോൾ ഇ ഗ്രാൻഡിന് വേണ്ടിയിട്ട് 2024 ഇ ഗ്രാൻഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് ഞാൻ നോക്കിയിരുന്നു വെബ്സൈറ്റിൽ. അപ്പോൾ എല്ലാ കോഴ്സസിനും ഇ ഗ്രാൻഡിന് അപ്ലൈ ചെയ്യാനായിട്ട് പോർട്ടൽ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഇങ്ങനെയാണ്, അതിന് ആധാർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇ ഗ്രാൻഡിൻ്റെ പോർട്ടലിൽ ആധാർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ആ പോർട്ടൽ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം, ധൃതി പിടിച്ച് ചെയ്യണമെന്നില്ല. കാരണം അവസാന ദിവസം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇതിനങ്ങനെ ലാസ്റ്റ് ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ അറിയിക്കും പ്രിന്റ് കൊണ്ട് തരാനായിട്ട്. അപ്പോൾ ആ നിർദ്ദേശവും കിട്ടും. പിന്നെ സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ പൂർണ്ണമായിട്ടും വെബ്സൈറ്റ് പോർട്ടൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും അത് അറിയിക്കുന്നതും കൂടി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിടാം. നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേര്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ID ക്രിയേറ്റ് ചെയ്ത് ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, യോഗ്യതകൾ എന്തൊക്കെയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിടാൻ സാധിക്കും. ഇപ്പം ചെയ്തില്ല, ഈ 1 ടൈം രജിസ്ട്രേഷൻ ഇപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളൊരു കോളേജിൽ കൺഫേം ആയിട്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും മതി. ആദ്യം നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ആ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഈ പറയുന്ന ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ബട്ടൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ മെനുവിൽ. അപ്പോൾ എങ്ങനെയാണ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും കൂടി ഇവിടെ പറയുന്നതാണ്. ഇപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്തിടാം. അതല്ല എങ്കിൽ ഒരു കോഴ്സ് എടുക്കാത്തവരാണ്, കോഴ്സ് ഇതുവരെ സെലക്ട് ചെയ്യാത്തവരാണ് എങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ഇനി അതല്ല കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുന്നവരാണ്, പോർട്ടൽ ഓപ്പൺ ആവാത്തത് കൊണ്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ വേണമെങ്കിൽ ചെയ്തിടാവുന്നതാണ്.
അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഗ്രാൻഡിൻ്റെ ഈ പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും കാണുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ. അതിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ, ഈ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കാൻ പറയും. ആധാർ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ, വിദ്യാർത്ഥിയുടെ പേര് അടിച്ചു കൊടുക്കുക. അതിനടുത്ത് താഴെ ആ വാലിഡേറ്റ് ആധാർ എന്നുള്ളതുണ്ടല്ലോ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാർ നിങ്ങളുടെ വാലിഡേറ്റ് ആകും. അതിനുശേഷം പിന്നീട് വരുമ്പോൾ നിങ്ങളുടെ ആധാർ നമ്പറും സ്റ്റുഡൻറ്റ് നെയിം ഒക്കെ അടിച്ചിട്ട് പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കണം. മൊബൈൽ നമ്പർ അടിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടും ജനനത്തീയതി അടിച്ചു കൊടുക്കുക. പിന്നെ ഇമെയിൽ ID കൊടുക്കുക. പാസ്വേഡ്, നിങ്ങളൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ പാസ്വേഡ് കൺഫേം ചെയ്യുക, ഉറപ്പുവരുത്തുക. ഒന്നും കൂടി ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും, ഗ്രീൻ കളറായിട്ട്. ആ രജിസ്റ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പുതിയ ലിങ്ക് ആയിരിക്കും ഓപ്പൺ ചെയ്തു വരുന്നത്. ആ ഓപ്പൺ ചെയ്തു വരുന്ന ഇൻ്റർഫേസിൽ റിക്വസ്റ്റ് ന്യൂ പാസ്വേഡിന് വേണ്ടിയിട്ട് വരുന്നത്, അതായത് പുതിയൊരു പാസ്വേഡിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. നമുക്കൊരു ലോഗിൻ ID കിട്ടിക്കഴിയുമ്പോൾ പുതിയൊരു പാസ്വേഡ് നമുക്ക് തരും. അത് നമ്മുടെ ഫോണിലേക്ക് തന്നെ മെസ്സേജ് ആയിട്ട് വരും. പിന്നീട് ആ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ പാസ്വേഡിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ന്യൂ പാസ്വേഡ് എന്ന് ഉള്ള ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്തത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ റിക്വസ്റ്റ് ന്യൂ പാസ്വേഡിൽ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ അടിക്കുക, ഫോൺ നമ്പറും അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ റിക്വസ്റ്റ് ന്യൂ പാസ്വേഡ് എന്ന് കാണും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് ഒരു പാസ്വേഡ് വരും. ആ പാസ്വേഡ് നമുക്ക് കയ്യിൽ കിട്ടും. അത് കിട്ടിയതിന് ശേഷം നമ്മൾ അടുത്തത് മെനുവിൽ പോയതിന് ശേഷം സ്റ്റുഡൻറ്റ് ലോഗിൻ കൊടുക്കുക. വൺ ടൈം രജിസ്ട്രേഷൻ കൊടുത്തില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻറ്റ് ലോഗിൻ കൊടുക്കും. സ്റ്റുഡൻറ്റ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങളിപ്പോൾ പുതിയതായി കിട്ടിയ പാസ്വേഡ് ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. സ്റ്റുഡൻറ്റ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങളോട് അവിടെ പറയും ഇമെയിൽ ID കൊടുക്കാനായിട്ട്. നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുക, അതോടൊപ്പം തന്നെ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട പാസ്വേഡ് ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഫോണിലേക്ക് കിട്ടിയ ഒരു പാസ്വേഡ് ഉണ്ട്. ആ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ള പാസ്വേഡ്, അതാണ് പുതിയതായി കിട്ടിയ പാസ്വേഡാണ് നിങ്ങളവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ബാക്കി ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ കാണും. ഇതുപോലെ ജെൻഡർ ഫില്ല് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് നിങ്ങളുടെ കാറ്റഗറി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, ജില്ല ഏതാണ്, ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, വില്ലേജ്, ലോക്കൽ ബോഡി, ബ്ലോക്ക് ഒക്കെ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ ഡേ സ്കോളർ ആണോ yes or no എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പോയി വരുവാണോ അതെയോ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുവാണോ എന്ന്. SC/ST കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു ഹോസ്റ്റലിന് ഗ്രാൻഡ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റ് പോയി വരുവാണോ എങ്ങനെയാണ് ഹോസ്റ്റലാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് yes or no കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കാനാണ്. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ പിൻകോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് താഴെ പെർമനൻറ്റ് അഡ്രസ്സ് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ടുള്ള അഡ്രസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ്, ഇത് രണ്ടും സെയിമാണ്. ഒരേ ഒരു അഡ്രസ്സേ ഉള്ളൂ എങ്കിൽ സെയിം ആസ് എബോ എന്നുള്ള മുകളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ശരി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. വീണ്ടും ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓൾറെഡി തന്നെ അവിടെ വന്നോളും. പിന്നെ അതിനുശേഷം അതർ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓർഫൻ ആണോ എന്നൊക്കെ ഉള്ളത്. അതാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ yes or no അത് ടിക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം ഫാദറോ മദറോ ലോസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ അതും നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫാദറിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, ഫാദറിൻ്റെ കാറ്റഗറി, കാസ്റ്റ് ഏതാണ്, കാറ്റഗറി ഏതാണ്, ഫാദറിൻ്റെ ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്, പിന്നെ അമ്മയുടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ പേരും കാസ്റ്റും കാറ്റഗറിയും അതോടൊപ്പം തന്നെ ഒക്യുപ്പേഷൻ ഉണ്ട് എങ്കിൽ അതും കൊടുക്കുക. പിന്നെ അതിനുശേഷം ഗാർഡിയൻ്റെ പേരാണ് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗാർഡിയൻ്റെ പേര് കൊടുക്കുക. ഗാർഡിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ഇപ്പോൾ അച്ഛനാണ് അമ്മയാണ് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ സൺ അല്ലേ. അപ്പോൾ മോനാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് സണ്ണാന്ന് എഴുതുക, അല്ലെങ്കിൽ ഡോട്ടറാന്ന് എഴുതുക. അപ്പോൾ അങ്ങനെ എന്താണോ റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ഗാർഡിയനുമായിട്ടുള്ളത് എഴുതുക. ആനുവൽ ഇൻകം നിങ്ങൾ വ്യക്തമായിട്ട് അവിടെ കൊടുക്കുക. അതിന് അനുപാതികമായിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ സൈസ് പറയുന്നുണ്ട് PDF-ലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 100 KB സൈസിൽ കൂടാൻ പാടില്ല, അതിൽ കുറവായിരിക്കണം ഈ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. PDF-ലായിരിക്കണം. പിന്നീട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ബാങ്കിലെ IFSC കോഡ് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്, അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് JPG ഫോർമാറ്റിലാണ്. അതാണ് ഞാൻ പറഞ്ഞ അക്ഷയയിൽ പോവുകയാണെങ്കിൽ അത് അവർ കറക്റ്റായിട്ട് ചെയ്തോളും. അപ്പോൾ നിങ്ങൾ JPG ഫോർമാറ്റിൽ ചെയ്യുക. അതല്ലെങ്കിൽ അത് <100 KB താഴെ ആയിരിക്കണം അതിൻ്റെ ആ ഒരു ഇമേജിൻ്റെ സൈസ് വേണ്ടത്. പിന്നെ നമ്മുടെ പാസ്ബുക്ക് ഇല്ലേ, ബാങ്കിലെ പാസ്ബുക്ക്, അതിൻ്റെ കോപ്പിയും കൊടുക്കുക. അതും PDF-ലായിരിക്കണം.
ലെസ് ദാൻ 100 KB താഴെ ആയിരിക്കണം അതിൻ്റെ സൈസ് വരുന്നത്. ഇത്രയും ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഓൺഗോയിങ് സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴ്സ് കംപ്ലീറ്റഡ് ആണോ എന്ന് അത് നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക, സേവ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക, സേവ് ചെയ്യുക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണോ യോഗ്യതകൾ അത് ആഡ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെനുവിൽ പോവുക, ഇതേവിടെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ക്വാളിഫിക്കേഷൻ എടുക്കുക. ക്വാളിഫിക്കേഷൻ എടുത്തിട്ട് ഓരോന്നായിട്ട് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ആദ്യം തൊട്ടുള്ളത് കൊടുക്കാം. എനിക്ക് SSLC ഉണ്ട്, അപ്പോൾ SSLC ഉണ്ടെന്ന് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക. +2 ഉണ്ടെങ്കിൽ +2 കൊടുക്കുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി കൊടുക്കുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഓരോ ക്വാളിഫിക്കേഷനും 1 by 1 ആയിട്ട് കൊടുത്ത് അതിൻ്റെ ഓരോന്നിൻ്റെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും കൊടുത്തതിന് ശേഷം, ഇത്രയും സർട്ടിഫിക്കറ്റ്സും കൊടുത്തതിന് ശേഷം ക്വാളിഫിക്കേഷൻ കൂടി കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ മെനുവിൽ പോവാം. മെനുവിൽ പോയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട്, ആ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് കിടക്കുകയായിരിക്കും. അതായത് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടില്ല, വെബ്സൈറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ, ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുന്ന സമയത്ത് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് എങ്കിൽ, ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവിടെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇത് പോർട്ടൽ ഓപ്പൺ ആയതിനു ശേഷം, അതായത് നിങ്ങളൊരു കോഴ്സിൽ അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം മാത്രം, കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതി വെക്കുക, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇത്രയുമാണ് ഇഗ്രാൻസ് സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഈ കോണ്ടന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നു. കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം എത്തിക്കുക. കൂടുതൽ ഇതുപോലെയുള്ള കോണ്ടന്റുകൾക്കായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.